രാവിലെ തന്നെ ടാസ്ക് വന്നു. എന്താ പറയുക, ശരിക്കുള്ള വലിയ വന്നു. അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും കണ്ട ഒരു കാഴ്ചയാണ്. പിന്നെ പുള്ളിക്കാരത്തി നമ്മുടെ ഇവിടെ ഡെയിലി ഉള്ളൊരു അതിഥിയാണ്. നമ്മുടെ ഇവിടുത്തെ ഒരു അതിഥി എന്ന് പറയാൻ പറ്റില്ല, ഒരു അങ്ങനത്തെ പോലെയാണ്. എന്നോട് പറഞ്ഞ് മടുത്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഒന്നി എന്നെ ഒഴിക്കുന്നു. അവിടെ ഒരു പൂച്ചയെ അമ്മ ഓടിച്ചത് മയിലിനെ ശല്യപ്പെടുത്തായിരിക്കും. അതെ, ഇത്ര അടുത്തോട്ടൊരു കുഴപ്പമില്ല ഇല്ലേ? പിച്ച് കണ്ട് കൊണ്ടുവരികയാണ്. അത് ഓടിച്ച് കളയാനല്ലേ? ആണ് വെള്ളത്തിട്ട് ആ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങി. ഇപ്പം മമ്മി ഞാൻ അവിടെ ഒരുമിച്ച് കഴിക്കുകയാണ്. ഇത് ഉപ്പുമാവാണ്. ഉപ്പുമാവും നമുക്ക് പിന്നെ മീനില്ലാതെ പറ്റത്തില്ല. അങ്ങനെ മീൻ ചാളയാണ്, ചാള വറുത്തത്, ചിക്കൻ കറിയും ഉപ്പുമാവും. ഇത് ഒരു കോംബോ എന്ന് വെച്ചാൽ അറിയില്ല, പക്ഷെ നമുക്ക് ഇങ്ങനെ കഴിക്കുന്നത് തന്നെ ഹാപ്പിനെസ്. 2-3 മുമ്പ് കഴിച്ചായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളെ കാണിക്കാനുണ്ട്. ഇത് എന്ത് കോംബോ ആണെന്ന് വെച്ചാൽ അറിയില്ല, പക്ഷെ നമുക്കിത് ഇഷ്ടപ്പെട്ടു. നമ്മൾ ട്രൈ ചെയ്ത് നോക്ക്. രസമുണ്ട്. മീൻ വറുത്തതും ചിക്കൻ കറിയും ഉപ്പുമാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കൂടെ കറി വയ്ക്കുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റ്. നമുക്ക് മീനച്ചാറൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാലും ഇതിനോട് നമ്മൾ കഴിക്കാറുണ്ട്. നേരത്തെ നമ്മൾ പിച്ചി കൊണ്ട് വന്നില്ലേ, അതിൻ്റെ അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അത് ഒന്ന് നല്ലോണം വാഷ് ചെയ്തെടുത്തു, അതിൻ്റെ ഒരു പാത്രത്തിൽ ഇട്ട് ഇതിൻ്റെ അകത്ത് ഇനി ചൂടുവെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ കാര്യം. വെറും സിമ്പിളാണ്. വെള്ളം ചൂടുവെള്ളം ഒഴിക്കുക, തീർന്നു. ഇനി അത് ആ കോരി മാറ്റുക. അപ്പോൾ വെള്ളത്തിന് കളർ ഉണ്ടല്ലേ, നല്ല റെഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുടിക്കുമ്പോൾ അതനുസരിച്ചുള്ള ഗുണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുടിക്കൊക്കെ നല്ലതാണ്, ഒരുപാട് ഗുണങ്ങളുണ്ട്. എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ അറിയില്ല. പരിപാടിക്ക് പോകാനായിട്ട് ലേറ്റായി. ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞു, അതായത് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു റെഡിയായി പോകുമ്പോഴാണ് അങ്ങനെ ഹോളിലെത്തി ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫോട്ടോസ് എടുക്കാൻ വേണ്ടി അകത്തോട്ട് കയറിയാണ്. ചേച്ചിയുടെ കൊച്ചാണ്. തങ്കശ്ശേരി ബ്രിട്ടീഷ് കോട്ട അടുത്തായിരുന്നു ഈ ലൊക്കേഷൻ വരുന്നത്. അവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഇന്നത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, നേരത്തെ വീട്ടിൽ കയറി ഒരു 11 കാലമായിട്ടുണ്ട്. ഇപ്പം ഞാൻ വന്ന് കയറി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം ഒരു അരമണിക്കൂർ കൂടുതലായി ഞാൻ വീട്ടിൽ കയറിയിട്ട്. സ്റ്റുഡിയോയിലാണ് ഡ്രസ്സ് എടുക്കാനായിട്ട് പോയത്. അതായത് നമ്മുടെ എന്താ പറയുക, 2-ാം കുറ്റിയിലെ കൊല്ലത്ത് സ്റ്റുഡിയോയിലാണ് പോയത്. ഫുൾ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം അവിടെ പോയി കാണാം താല്പര്യമുള്ളവർക്ക്. അപ്പോൾ ഓക്കെ, ബായ്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.